നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിളയൂർ പേരടിയൂർ തെക്കുമുറിയിൽ കെ കൃഷ്ണൻകുട്ടി സ്മാരക വായനശാലയും സേവന കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. മുൻമന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. വിളയൂർ പഞ്ചായത്തിലെ പേരടിയൂർ തെക്കുമുറിയിലാണ് കെ കൃഷ്ണൻകുട്ടി സ്മാരക വായനശാലയും സേവന കേന്ദ്രവും ആരംഭിച്ചിരിക്കുന്നത്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോട്ടയിൽ കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥമാണ് വായനശാലയും സേവന കേന്ദ്രവും ആരംഭിച്ചിരിക്കുന്നത്. നാടിന്റെ ഉത്സവമാക്കി വായനശാല ഉദ്ഘാടനത്തെ മാറ്റി. മുൻമന്ത്രി ടി എം തോമസ് ഐസക് കെ കൃഷ്ണൻകുട്ടി സ്മാരക വായനശാലയുടെയും സേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് ഊന്നൽ നൽകുവാൻ പഞ്ചായത്തിന് കഴിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. പ്രസിഡന്റായിരുന്നപ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയാം. ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നു, അതിനൊക്കെ ഇടം കൊടുക്കാം, സ്പേസ്, ജനാധിപത്യ ഇടം കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ രണ്ട് കൃഷി ഓഫീസർമാര് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽപ്പെട്ടവരാണ്. ഒന്ന് കേക്കയുടെ കാലത്ത് തന്നെ ഇവിടെ കൃഷി ഓഫീസറായിരുന്ന ജോഷി, പിന്നീട് സഖാവിന്റെ കാലത്തല്ലേ അതുപോലെ ഭാര്യ അവര് വന്നു, സിന്ധു വന്നു. എന്തെല്ലാം പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രത്യേകം ഏല കൃഷി വികസനമൊക്കെ പലയിടത്തും ഉണ്ട്. പക്ഷെ ഏലയേക്കാൾ കൂടുതലുള്ളതാണ് നമ്മുടെ പുരയിടം. പുരയിടത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ തരം വിളകളും കൃഷി ചെയ്യുന്നതാണ് ഒരുമിച്ച്. വലിയ തെങ്ങ്, തെങ്ങിന്റെ വാഴ, വാഴക്കയാണ് താഴെ ചീര, അതിനിടയിൽ കോഴി, പശു, കുളം, കുളത്തിലെ മീൻ, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ്. അതിനൊക്കെ വേലിക്ക് നമുക്കൊരു പടർപ്പ്. സാധാരണഗതിയിൽ ലോകത്തെല്ലായിടത്തും കൃഷി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിളയെടുത്ത് ആ വിളയ്ക്ക് വേണ്ടിയുള്ള ഏകവിള കൃഷി സമ്പ്രദായങ്ങളാണ്. അപ്പോഴേ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ട് വളം നൽകുന്നതിനൊക്കെ കഴിയത്തുള്ളൂ. കൊണ്ട് ഏകവിളയാണ് വേണ്ടത്. പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബേദ ഇസാഖ്, മുൻ MLA CP മുഹമ്മദ്, മുൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ്, മുൻ എക്സൈസ് കമ്മീഷണർ ജയന്തി വാസൻ, വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, T ഗോപാലകൃഷ്ണൻ, T സത്യനാഥൻ, NP വിനയകുമാർ, NP രാമദാസ്, രാജൻ മാടായി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് തിരുവരങ്കൻ ഫോക്ക് അക്കാദമി അവതരിപ്പിച്ച നാടൻ പാട്ടുകളും ദൃശ്യവിരുന്നും ഉണ്ടായിരുന്നു. പട്ടാമ്പി നഗരസഭയിൽ റോഡ് നവീകരണത്തിന്റെ പേരിൽ കുടിവെള്ളം മുടങ്ങിയത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ പ്രതിഷേധം. നഗരസഭാ ഓഫീസിൽ ഉപരോധ സമരം നടത്തി. ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റവും ഉണ്ടായി. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, റോഡ് പണിയുടെ പേര് പറഞ്ഞ്, റോഡ് പണിയുടെ പേര് പറഞ്ഞ് മാസം 2 കഴിഞ്ഞിട്ടും പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് ഇല്ല കുടിവെള്ളം. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ പേരിൽ 2 മാസത്തോളമായി ടൗണിൽ കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണെന്നാണ് ആക്ഷേപം. പല പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭ്യമാവാത്ത സ്ഥിതിയാണ്. ഇതിനെതിരെ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നാരോപിച്ചും അടിയന്തര നടപടികൾ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDFന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി നഗരസഭയിലേക്ക് എത്തിയത്. നാഥനില്ല കളരിയായി നഗരസഭ മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവായ KR നാരായണസ്വാമി കുറ്റപ്പെടുത്തി. അഴകുഴമ്പൻ നയവുമായി അതിന് പരിഹാരമുണ്ടാക്കാതെ ആരോ എന്തോ ചെയ്തു കൊള്ളട്ടെ എന്ന ഭാവത്തിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പട്ടാമ്പി നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ അവകാശവും വിൽപ്പനയും ഒക്കെയുള്ള നഗരസഭ ഇപ്പോൾ
ഈ കുടിവെള്ള ഗുണഭോക്താക്കളെ ഇത് മാത്രം കരുതി ജീവിക്കുന്ന പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് വീട്ടുകാരും സ്ഥാപനങ്ങളും വളരെ ബുദ്ധിമുട്ടിലാണ്. ഒന്നാമത് കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൊണ്ട് ആ വെള്ളം കുടിവെള്ളം എന്ന് പറഞ്ഞത് വിൽക്കുന്നത് ഈ ഭാരതപ്പുഴയിൽ നിന്ന് ഇവരടിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാതെ കോളിഫോം അളവ് കൂടിയ വെള്ളം വേറെ ഒരു കുപ്പിവെള്ള കമ്പനിയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ആ കുപ്പിവെള്ള കമ്പനി ഇന്ന് ടെസ്റ്റ് ചെയ്താൽ ജയിലടക്കപ്പെടും. ആ വെള്ളമാണ് നഗരസഭ കുടിവെള്ളം എന്ന് പറഞ്ഞ് ഇവിടെ നാട്ടുകാർക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത്. ആ വെള്ളം ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്നത് അവർക്ക് കുളിക്കാനും അവരുടെ വസ്ത്രങ്ങൾ അലക്കാനും മറ്റുമാണ് അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ പേരിൽ ബില്ല് വാങ്ങുന്ന നഗരസഭ കുടിവെള്ളം ശുദ്ധജലമാക്കി കൊടുക്കാതെ മലിനജലമാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതക്കാണ്. ആ ഉള്ള വെള്ളം പോലും നൽകാതെ ആഴ്ചകളോളം ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടും അതിന് ഉത്തരം പറയാതെ ഇവിടെ നഗരസഭയാണ് പട്ടാമ്പിയിലെ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്, വാട്ടർ അതോറിറ്റി അല്ല. നഗരസഭാ ഓഫീസിൽ സെക്രട്ടറിയോ മറ്റു ബന്ധപ്പെട്ടവരോ ഇല്ലാതിരുന്നതും പ്രതിഷേധത്തിന് ആക്കം കൂട്ടി. മാസം 2 കഴിഞ്ഞിട്ട് പേര് പറഞ്ഞ് റോഡ് പണിയുടെ പേര് പറഞ്ഞ് മാസം 2 കഴിഞ്ഞിട്ട് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് തുടർന്ന് ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം സമരക്കാർ ധരിപ്പിച്ചു. ഇത് പിന്നീട് വാക്കേറ്റത്തിനും ഇടവരുത്തി. ഏകദേശം 2 മാസം ആവാറായി കുടിവെള്ളം ടൗണിലുണ്ടായില്ല. റോഡ് ഫണ്ട് പേര് പറഞ്ഞാണ് കുടിവെള്ളം ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ കിണറ് കൂടി ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളാണ്. തുള്ളി വെള്ളം കിട്ടില്ല. അപ്പൊ അതിന് എന്നാണ് ഇതിനൊരു തീരുമാനം? നിങ്ങൾ നാളെ മറ്റന്നാൾ കുറെ ദിവസമായി പറയുന്നു, നാളെ ശരി മറ്റന്നാൾ ശരിയെന്ന് പറഞ്ഞത്. എന്നാണ് കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത്? പറയാനാണ് ഞങ്ങൾക്ക് ഇന്ന ദിവസം കുടിവെള്ളം കിട്ടുന്നത് പറയുകയും ചെയ്യരുത്. കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നാ കുടിവെള്ളം കിട്ടുന്നത്. പറഞ്ഞു മടുത്തു ആളുകളോട്. കാരണം അവരെ പറ്റും കാര്യമില്ല, വെള്ളമില്ല. 2 മാസമായി വെള്ളം. ഇത് തീരുമാനം എടുക്കുമ്പോ 5 ദിവസം കൊണ്ട് നമ്മൾ തീരുമാനിച്ചതാണ്. 5 ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. ഓരോരോ ഭാഗവും മാത്രമല്ല കുടിവെള്ളം പൂർണ്ണമായിട്ട് കുടിവെള്ളം കൊടുക്കാൻ ഉറപ്പിന്റെ പേരിലാണ് MLA അടക്കമുള്ള ആളുകൾ സെക്രട്ടറി അവിടുന്ന് മാറിയെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് സൂപ്പറിന്റെ അടുത്ത് വരുന്നത് ഇത് ജനങ്ങളുടെ പൈസ നമ്മൾ പിരിക്കുകയാണ്. ഓരോ വീടുകളിൽ പോയിട്ട് ശുദ്ധജലം കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പിരിക്കുന്നത്. ഇപ്പൊ കൊടുക്കണതോ കോളിഫോം അടങ്ങിയിട്ടുള്ള വെള്ളം കൊടുക്കുന്നത്. അത് കുടിക്കാൻ പറ്റാത്ത വെള്ളം. ആ കുടിക്കാൻ പറ്റാത്ത വെള്ളം പോലും കുളിക്കാനോ തിരുമ്പാനോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അപ്പൊ എത്തിയിട്ടുള്ളത്. ഈ കുടിവെള്ളം കൊടുക്കാതിരിക്കുമ്പോഴും 4 മാസമായിട്ട് വെള്ളം പോവാണ്. 4 മാസമായിട്ട് 6ാം വാർഡ് പൈപ്പ് കൂട്ടി വെള്ളം പോവാണ്. ഈ മുനിസിപ്പാലിറ്റി എല്ലാ കൗൺസിലർമാരും അതിന് നടക്കുന്നുണ്ട്. 4 മാസമായി 4 മാസമായിട്ട് ആ വെള്ളം നഷ്ടപ്പെട്ടു പോണ വെള്ളം അതൊന്ന് നേരാക്കാൻ പൈസ പഠിക്കണം നിർത്തി വെച്ചു വെള്ളം എന്തൊക്കെയൊന്നും കൊടുക്കാൻ പറ്റും, എപ്പോൾ കൊടുക്കാൻ പറ്റുന്ന വെക്കും. നമുക്ക് വെള്ളം നിങ്ങൾ മറുപടി പറഞ്ഞാൽ അത് കൂട്ടിപ്പോവും. പിന്നീട് സ്ഥിരസമിതി അധ്യക്ഷൻ വിജയകുമാറുമായി സമരക്കാർ ചർച്ച നടത്തുകയായിരുന്നു. തിങ്കളാഴ്ചക്കകം പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. മോഷണ മുതലുമായി വെസ്റ്റ് ബംഗാളിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് ബംഗാളിലെത്തി പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ SK ജിയാവോളിനെയാണ് പിടികൂടിയത്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടമ്പൂരിൽ നടന്ന മോഷണത്തിനു ശേഷം സ്വർണവുമായി വെസ്റ്റ് ബംഗാളിലേക്ക് കടന്ന പ്രതിയെ പാലക്കാട് പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്രൈം സ്ക്വാഡും ഒറ്റപ്പാലം പോലീസും ചേർന്ന് വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലി ജില്ലാ പോലീസ് പരിധിയായ സിംഗൂരിൽ നിന്നാണ് പിടികൂടിയത്.
മോഷ്ടാവിനെ തേടി ഇത്ര ദൂരം പെട്ടെന്ന് പോലീസ് എത്തുകയില്ലെന്ന് കരുതിയ പ്രതിയെ ഞെട്ടിച്ചുകൊണ്ട് കേരള പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. നേരത്തെ കടമ്പൂർ ഭാഗത്ത് സ്വർണ്ണപ്പണിക്കായി എത്തിയിരുന്ന പ്രതിക്ക് സ്ഥലവുമായും സ്ഥാപനവുമായുള്ള മുൻകാല പരിചയമാണ് മോഷണത്തിന് വഴിയൊരുക്കിയത്. ഈ മാസത്തിൽ തന്നെ നടന്ന പട്ടാമ്പി ആരാധന ജ്വല്ലറി കവർച്ച പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി അഭിനന്ദനങ്ങൾ നേടിയ ഷൊർണൂർ ക്രൈം സ്ക്വാഡിന്റെ മറ്റൊരു മികവായി കടമ്പൂർ മോഷണക്കേസ്. സ്വർണത്തിന് വിലയേറുന്ന സമയത്ത് നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടിയത് മാതൃകയാണെന്ന് പരാതിക്കാരൻ പ്രതികരിച്ചു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശത്തിൽ ഷൊർണൂർ DYSP മനോജ് കുമാർ, ഒറ്റപ്പാലം CI അജീഷ്, SI സുഭാഷ് M, ക്രൈം സ്ക്വാഡ് ASI P അബ്ദുൾ റഷീദ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സജിത്, മിജേഷ്, ജയരാജ്, അർഷാദ്, സുനിൽ, നൌഷാദ് ഖാൻ, റിയാസ്, സജിത് എന്നിവരുൾപ്പെട്ട പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ശാസ്ത്രപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന തൃത്താല ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ഒക്ടോബർ 8, 9, 10 തീയതികളിലായാണ് ശാസ്ത്രമേള നടക്കുന്നത്. തൃത്താല ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം കുട്ടികൾ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കും. മേളയുടെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന നിർവഹിച്ചു. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷനായി. മേളയുടെ ആദ്യ ദിനത്തിൽ IT മേള, സാമൂഹ്യശാസ്ത്രമേളയും രണ്ടാം ദിനമായ വ്യാഴാഴ്ച ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള എന്നിവയും നടന്നു. വെള്ളിയാഴ്ച നടക്കുന്ന സാമൂഹ്യശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയോടെ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് സമാപനമാകും. സമാപന സമ്മേളനം കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്യും. കരിക്കേസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ പഴത്തിന്റെ ശാസ്ത്രീയ നാമം കരിക്ക പപ്പായ എന്നാണ്. വിറ്റാമിൻ A, വിറ്റാമിൻ K എന്നിവ ധാരാളമാണ്. ഈ പഴം പ്രതിരോധ ശേഷിക്കും കാഴ്ചയ്ക്കും വളരെ നല്ലതാണ്. സപ്പോട്ടാസിയ കുടുംബത്തിൽപ്പെടുന്ന ഈ പഴത്തിന്റെ ശാസ്ത്രീയ നാമം മഞ്ഞിക്കര സപ്പോട്ട എന്നാണ്. കൊപ്പം പുലാശ്ശേരിയിൽ കാറിന് പിറകിൽ ഇരുമ്പു പൈപ്പുകൾ തുളച്ചുകയറിയ അപകടം. ആളപായമില്ല. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി ഇറക്കത്തിലായിരുന്നു അപകടം സംഭവിച്ചത്. വ്യാഴാഴ്ച 11:30 മണിയോടെയായിരുന്നു അപകടം. കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിന്റെ പിറകുവശത്ത് മിനി വാനിൽ കയറ്റി വന്ന GI പൈപ്പുകൾ ഇടിച്ചു കയറുകയായിരുന്നു. കാറിന് തൊട്ടു മുൻപായി ഉണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെ പൈപ്പുകൾ കൂട്ടത്തോടെ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറിന്റെ ഇരുവശത്തെ ഗ്ലാസും പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്നവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. തുറന്ന പൈപ്പുകൾ റോഡിന് സമീപത്തേക്ക് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൃത്താല പഞ്ചായത്ത് UDF പ്രതിനിധികൾ കൂറ്റനാട് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡ്, കാക്കരാത്തുപടി വട്ടോളി ലിങ്ക് റോഡ് എന്നിവിടങ്ങളിലെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം നടത്തിയത്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PEA സലാം മാസ്റ്റർ സമര പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ PV മുഹമ്മദ് അലി, പത്തിൽ അലി, T ജയന്തി, സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റി കാണിക്കുന്ന അനാസ്ഥ ഈ പിറപ്പ് മുടവത്തൂർ പാട്ടായ റോഡിൽ മാത്രമെന്നും എല്ലാ റോഡുകളും നമ്മുടെ നിയോജകമണ്ഡലത്തിലും സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വാട്ടർ അതോറിറ്റി പുതിയ ജലജീവൻ പദ്ധതി അല്ലെങ്കിൽ പുതിയ പഞ്ചായത്തിലെ വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി വെട്ടി അത് റോഡൊക്കെ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ കുഴിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. ആശുപത്രിയിൽ പോകാൻ സാധിക്കുന്നില്ല, സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല, യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. പ്രധാനപ്പെട്ട റോഡുകളിൽ പോലും ആ രീതിയിലുള്ള സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് എവിടെയും നോക്കിയാലും കാണുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സംസ്ഥാനതല സെമിനാറിന് പട്ടാമ്പിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായാണ് സെമിനാർ നടത്തുന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സംസ്ഥാനതല സാഹിത്യ സെമിനാറിനാണ് പട്ടാമ്പി ഗവൺമെന്റ് LP സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. മഞ്ഞ് MTയുടെ നോവലിലെ ഭാവകാവ്യം എന്ന വിഷയത്തിലാണ് ഇത്തവണത്തെ സെമിനാർ ഒരുക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ മുഹമ്മദ് മോസിൻ MLA ഓൺലൈൻ വഴി സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. MT സ്മൃതി പ്രഭാഷണം KC നാരായണൻ നിർവഹിച്ചു. അപ്പൊ എൻ്റെ സഹപ്രവർത്തകനായ ഇപ്പോൾ മരിച്ചുപോയി 85-89 വയസ്സിൽ മരിച്ചുപോയ കൃഷ്ണദാസ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ സ്റ്റുഡൻ്റായിരുന്നു. മാതൃഭൂമിയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഈ MT എന്നുള്ള അധ്യാപകനെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃഷ്ണദാസ് പറയാണ് MT ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ കഥ പറയും. കെമിസ്ട്രിയും ഫിസിക്സൊക്കെയാണ് എടുക്കേണ്ടതെങ്കിലും അദ്ദേഹം അതിന് പകരം രസകരമായിട്ടുള്ള കഥകൾ പറയും.
അപ്പോൾ ആ കഥകൾ പറയുമ്പോൾ ആ പീരീഡിൽ അത് അവസാനിപ്പിക്കില്ല, അത് ലേശം ബാക്കി വയ്ക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ വരുമ്പോൾ ആ ഒരു ഭയങ്കര ജിജ്ഞാസയായിട്ട് ആ നിർത്തിയ കഥ തുടരാനുള്ള ആഗ്രഹത്തോടു കൂടി അത് കേൾക്കാനുള്ള വെമ്പലോട് കൂടിയിട്ടാണ് കുട്ടികൾ വന്നിരിക്കുക. അത് എംപിക്കും വലിയ ഉത്സാഹമായി. അങ്ങനെ ഒരു അദ്ദേഹം പറയാ, എനിക്ക് അധ്യാപന ജീവിതം വളരെ ഇഷ്ടമായിരുന്നു. എനിക്ക് കോളേജിൽ ഒരു അധ്യാപകനാവുക, ഒരു കോളേജ് ടീച്ചറാവുക, കോളേജ് ലെക്ചറാവുക എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. കാരണം എന്താ വെച്ചാൽ ധാരാളം ഒഴിവ് സമയമുണ്ട്. കോളേജിലാണെങ്കിൽ വലിയ വിസ്തൃതമായ ലൈബ്രറി ഉണ്ടാവും. അപ്പോൾ ബുക്ക് വായിക്കാം, എഴുതാം, വേറെ ഒന്നിനും പോകണ്ട. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി, കെ എൻ കൃഷ്ണകുമാർ, എഇഒ കെ ടി സുമതി, ടി രേഖ, ടി പി സന്ദീപ്, കെ സി ഗണേഷ്, എൻ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 29ഓളം കുട്ടികളാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത്. സെമിനാർ നാളെ സമാപിക്കും. കുടത്തിൽ തലകുടുങ്ങി ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ മരണത്തോട് മല്ലിട്ട തെരുവു നായിക്ക് രക്ഷകരായി പൊതുപ്രവർത്തകൻ രവി കൂറ്റനാടും സുഹൃത്തുക്കളും. കഴിഞ്ഞ ദിവസമാണ് കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ പൊന്തക്കാടുകൾക്കിടയിൽ നിന്നും തെരുവുനായിയുടെ ദയനീയമായ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് ഫോൺ സന്ദേശം രവി കൂറ്റനാടിന് ലഭിക്കുന്നത്. ദിവസങ്ങളായി ഇത്തരത്തിൽ കരച്ചിൽ പ്രദേശവാസികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് തുടർന്ന് വ്യാഴാഴ്ച കാലത്ത് 10 മണിയോടെ രവിയും സുഹൃത്തുക്കളും ചേർന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തി തെരുവുനായയെ കണ്ടെത്തി. ആഴ്ചകളായി ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ എല്ലും തോലുമായി മരണത്തോട് മല്ലടിക്കുന്ന നിലയിലായിരുന്നു തെരുവുനായ. തുടർന്ന് നായയുടെ കഴുത്തിൽ നിന്നും ഏറെ പണിപ്പെട്ട് കുടുങ്ങിക്കിടന്നിരുന്ന പ്ലാസ്റ്റിക് കുടം വേർപെടുത്തി. പിന്നീട് വെള്ളവും ഭക്ഷണവും നൽകി ജീവിതത്തിലേക്ക് തെരുവുനായയെ കൈപിടിച്ച് നടത്തിയാണ് ഇവർ പ്രദേശത്തു നിന്നും മടങ്ങിയത്. കുന്നംകുളം CCTVയും തൃശൂർ ദയ ജനറൽ ആശുപത്രിയും കുന്നംകുളം ദയ റോയൽ ആശുപത്രിയും തമ്മിൽ DMF കരാർ ഒപ്പുവെച്ചു. CCTVയിലെ ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ദയ ആശുപത്രിയിൽ പ്രത്യേകം ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് പദ്ധതി. CCTV മാനേജർ സിൻഡോ ജോസിന് കരാർ കൈമാറി. കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റൽ സെന്റർ ഹെഡ് സേതുരാജ്, ഓപ്പറേഷൻസ് മാനേജർ വിധു ശങ്കർ, അസിസ്റ്റന്റ് മാനേജർ മിഥുൽ കുമാർ, പബ്ലിക് റിലേഷൻസ് എക്സിക്യൂട്ടീവ് അബു താഹിർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.